ഹരി ഓം. 77-ാമത്തെ സ്തുതി, രാജാക്കന്മാരുടെ മോചനം. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 73-ാമത്തെ അധ്യായം 8 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ. ജരാസന്ധനാൽ ഗിരിവ്രജത്തിൽ ബദ്ധരാക്കിയിരുന്ന 20,800 രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചു. വിശന്ന് തളർന്ന് വാടി വരണ്ട മുഖവും മുഷിഞ്ഞ വസ്ത്രങ്ങളും ചെളി പറ്റിയ ശരീരവുമായി കാരാഗ്രഹത്തിന് വെളിയിൽ വന്ന് അവർ കൃഷ്ണനെ കണ്ടു. പീതാംബരവും ശംഖചക്രങ്ങളും പൊൻകിരീടവും ധരിച്ചിരിക്കുന്ന കൃഷ്ണനെ കണ്ട് അവർ ഭക്തിപൂർവം നമിച്ചു. അവർ ഭഗവാനെ സ്തുതിച്ചു. സ്തുതി കേൾക്കാം. രാജാന ഊചുഃ നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസൃതേ നൈനം നാഥാന്വസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജ്യച്യുതിർവിഭോ രാജ്യൈശ്വര്യമതോന്നദ്ധോ ന ശ്രേയോ വിന്ദതേ നൃപ ത്വന്മായാമോഹിതോ നിത്യ മന്യതേ സമ്പദോ ജലാ മൃഗതൃഷ്ണാം യഥാ ബാല മന്യന്ത ഉദകാശയം ഏവം വൈകാരികീം മായാ അയുക്താ വസ്തുചക്ഷതേ വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യാ ഇതരേതരസ്പൃതഃ ഘ്നന്തപ്രജാസ്വ അതിനിർഗൃണാ പ്രഭോ മൃത്യും പുരസ്താ വിഗണയ്യ ദുർമദാഃ തയേവ കൃഷ്ണാദ്യ ഗഭീരരംഹസ ദുരന്തവീര്യേണ വിചാലിതാശ്രിയഃ കാലേന തന്വാ ഭവതോനുകമ്പയ വിനഷ്ടദർപ്പാശ്ചരണോ സ്മരാമതേ അധോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വത്പദതാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ കർണരോചനം തം ന സമാദിശോപായം യേന തേ ചരണാബ്ജയോഃ സ്മൃതിർയഥാ ന വിരമേദപി സംസാരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അവർ പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. അന്യോന്യം കലഹം മൂത്ത് കലഹിച്ച് കഴിഞ്ഞു. ജരാസന്ധൻ ഞങ്ങളെ പിടിച്ചിട്ടത് ഞങ്ങൾക്കിപ്പോൾ അനുഗ്രഹമായി. അങ്ങയെ കാണാനും അങ്ങയുടെ പാദം സ്മരിക്കാനും ഇടയായല്ലോ. രാജ്യവും സ്വർഗവും ഒന്നും ഞങ്ങൾ ഇച്ഛിക്കുന്നില്ല. അങ്ങയുടെ തൃപ്പാദ സ്മരണം എന്നുമുണ്ടാകാൻ അനുഗ്രഹിക്കണം. അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ബന്ധനമുക്തരായ രാജാക്കന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ പറഞ്ഞു, അഹങ്കരിച്ചാൽ ആരും അധപ്പതിക്കും. ഹൈഹയൻ, നഹുഷൻ, വേനൻ, രാവണൻ, നരകാസുരൻ മുതലായവരൊക്കെ അധപ്പതിച്ചത് അഹങ്കാരം കൊണ്ടാണ്. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഉന്നതമായ ഭക്തി ഉദിക്കും. നിങ്ങളുടെ നിശ്ചയം നല്ലതു തന്നെ. ദേഹം നശിക്കുന്നതാണെന്നറിഞ്ഞ് എന്നെ യജ്ഞങ്ങളാൽ യജിക്കുവിൻ. ധർമ്മപ്രകാരം ഭരണം നടത്തുവിൻ. ദൃഢവ്രതരായി അവസാനം ബ്രഹ്മമായ എന്നോട് തന്നെ ചേരുവിൻ. ഭഗവാൻ അവരെ ഇങ്ങനെ ഉപദേശിച്ചിട്ട് അവർക്ക് കുളിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. രാജോചിത വസ്ത്രങ്ങളും വിഭൂഷകളും ചന്ദനം, മാല എന്നിവയും കൊടുപ്പിച്ചു. സഹദേവനെ കൊണ്ട് മൃഷ്ടാന്നമായി ഭക്ഷണം കഴിപ്പിച്ച്
താമ്പൂലാദികളും സമർപ്പിച്ചു. ആവശ്യമുള്ളത്ര തേരുകൾ വരുത്തി രാജാക്കന്മാരെ എല്ലാം അവരവരുടെ നാട്ടിലേക്ക് അയച്ചു. കൃഷ്ണന്റെ കർമ്മങ്ങൾ ഓർത്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. ഭഗവാൻ, ഭീമൻ, അർജുനൻ ഇവരോടൊത്ത് തിരിച്ച് ഇന്ദ്രപ്രസ്ഥം പ്രവേശിച്ചു. ശംഖുകളൂതി ആ ശംഖധ്വനി കേട്ട് ജരാസന്ധൻ മരിച്ചു എന്നവർ തീർച്ചയാക്കി. മൂവരും കൂടി ധർമ്മജനെ ചെന്ന് കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ട് ധർമ്മപുത്രർ ആനന്ദാശ്രു പൊഴിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.